ഹലോ ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീബാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബാംഗ്ലൂർ എയർപോർട്ടിന്റെ ഒരു എം ടി ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അധികം ആൾക്കാരൊന്നുമില്ല. കണ്ടപ്പോൾ ഞാൻ തന്നെ സർപ്രൈസ്ഡ് ആയി. പക്ഷെ അതിനൊരു കാരണം കൂടിയുണ്ട്. ഇത് ഒരു വളരെ നേരം വൈകി അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. അപ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാരൊന്നുമില്ല. എല്ലാ കൗണ്ടേഴ്സും എം ടി ആയിട്ടൊക്കെയാണ് കണ്ട. എല്ലാ സീറ്റിങ്സും ഒക്കെ എം ടി ആയിട്ടാണുള്ളത്. കാരണം എൻ്റെ ഫ്ലൈറ്റ് ഏർലി മോർണിംഗ് ലൈക്ക് 1 o'clock കഴിഞ്ഞിട്ടാണ്. അപ്പം അതിന് പോവാണ്. എവിടത്തേക്കാണ് യാത്ര? ലേയിലേക്കാണ് യാത്ര. ബാംഗ്ലൂർ ടു ഡൽഹി, ദെൻ ഡൽഹി ടു ലേ. അപ്പോൾ ഇന്നത്തെ രാത്രി ഉറക്കിൻ്റെ കാര്യം സ്വാഹ. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഉറക്കില്ല. വർക്ക് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എയർപോർട്ടിലെത്തി. 1 o'clock ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഫ്ലൈറ്റ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട അവസ്ഥയാണിത്. ടയറൊക്കെ അയക്കുകയോ സ്ക്രൂ ടൈറ്റാക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഉറക്കത്തിലായിരിക്കും മിക്കവാറും ഫ്ലൈയിങ്. ഞാൻ കയറി സെറ്റിലായി. ഡൽഹി ലാൻഡ് ചെയ്തപ്പോൾ നല്ല വിശപ്പായിരുന്നു. വിശന്ന് ഇതായി. ഡൽഹി എയർപോർട്ടിൽ പോയപ്പോൾ ഭയങ്കര തിരക്ക്. ടെർമിനൽ 1-ലായിരുന്നു. എയർപോർട്ടിൻ്റെ പിക്ചേഴ്സ് ഒന്നും എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നില്ല. ഭയങ്കര തിരക്ക്, ഭയങ്കര തണുപ്പ്. ഏർലി മോർണിംഗിലുള്ള ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഡൽഹി ഫ്ലൈയിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ജനുവരിയുള്ള മാസത്തിലൊക്കെ ഫുൾ ഫോഗി ആയതുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്യുന്നില്ല, ഓൺ ടൈമിൽ ലാൻഡ് ചെയ്യുന്നില്ല, റിട്ടേൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലെ തന്നെയായിരുന്നു അവസ്ഥ. ആ ഡൽഹി എയർപോർട്ടിൻ്റെ ഫുൾ റൺവേസും ഞങ്ങൾ കണ്ടു അന്ന്. കാരണം എയർ ഇന്ത്യയിൽ കയറിയിട്ട് അവർ എല്ലാ റൺവേയിലും കൂടെ റൗണ്ട് ആൻഡ് റൗണ്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വിത്തൗട്ട് ഫ്ലൈയിങ് ഹൈ. കുറേ നേരം വെയിറ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയതും ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്തതും. ഫ്ലൈയിങ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ലേയിലേക്കുള്ള കാഴ്ചകൾ കാണാൻ തുടങ്ങി. ലേയിലേക്ക് അതിന് മുന്നേ പോയപ്പോൾ കണ്ട കാഴ്ചകൾ മനസ്സിൽ ഇപ്പോഴും വളരെ ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഒരു വ്യൂ പോലും വിട്ടു പോവാതെ കാണണം, കൺചിമ്മാതെ കാണണം എന്നൊക്കെ വിചാരിച്ച് വിൻഡോ സീറ്റ് തന്നെ സെലക്ട് ചെയ്ത് അവിടെ പോയി ഇരുന്ന് ഓരോ നിമിഷം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഐസ് ഫിൽഡ് ആയിട്ടുള്ള മൗണ്ടെയിൻസ് കാണാൻ തുടങ്ങിയോ, സ്നോ ഫിൽഡ് മൗണ്ടെയിൻസ് കാണാൻ തുടങ്ങിയോ, ലേൻ്റെ ഒരു ടെക്സ്ചർ കാണിക്കുന്ന തരത്തിലുള്ള ഹിൽസ് കാണാൻ തുടങ്ങിയോ എന്നുള്ള ഒക്കെയുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങളെല്ലാവരും ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ കുറച്ച് കണ്ടു. പക്ഷേ എന്നാലും ഇങ്ങനെ ഫുൾ ഫോഗ് ആയത് കാരണം അതിൻ്റെ ഒരു വിസിബിലിറ്റി വരാൻ കുറച്ചധികം സമയമെടുത്തു. അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത്.
എയർപോർട്ടിൽ ഒരു താമസമില്ലാതെ ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റ് ഡിലേ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ലേ എയർപോർട്ട് ഡിഫൻസ് എയർപോർട്ട് ആയത് കാരണം നമുക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള വീഡിയോസും അങ്ങനെയൊന്നും എടുക്കുന്ന അലൗഡ് ആയിരുന്നില്ല. ഗസ്റ്റ് ഹൗസിലേക്കുള്ള ഒരു ജേർണി ആരംഭിച്ചു. നല്ല തണുപ്പായിരുന്നു. ലേ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞ് എയർപോർട്ട്. അതിങ്ങനെ കാറ്റ് ലേയിലെ എല്ലാ വീട്ടിലും കടകളിലും ഒക്കെ നമ്മൾ കാണാം. കാറ്റിങ്ങനെ അടിച്ചുള്ളിൽ കയറുന്നതിന് നിർത്താൻ വേണ്ടി ഒരു കേർട്ടൻ പോലത്തെ വൂളൻ ഇതിനെ കൊണ്ട് കുറച്ചും കൂടി നല്ല തിക്കായിട്ടുള്ള ഒരു മെറ്റീരിയലിനും കൊണ്ട് അവരിങ്ങനെ കേർട്ടൻ ഇട്ടിട്ടുണ്ടാവും എൻട്രൻസിൻ്റെ അടുത്തേക്ക്. ഇങ്ങനെ വാതിൽ തുറന്ന് വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള ഒരു കേർട്ടൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേർട്ടനാണ് നമ്മൾ എയർപോർട്ടിലും കാണുന്നത്. അപ്പം കാണുമ്പോൾ ഇതെന്താണെന്ന് നമുക്ക് തോന്നും, ഒരു എയർപോർട്ടാണോ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയാണ് ലേയിലെ എയർപോർട്ട്. ലേൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ലേയിലെ വീടുകളൊക്കെ ഇങ്ങനെ ഒരു ടിപ്പിക്കൽ വുഡൻ പാനൽ ഉള്ള വീട് മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന ഹോട്ടൽസ്, ഗസ്റ്റ് ഹൗസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ്. ജനലിനും ഇതിനൊക്കെ ഒരു പാനലിങ്, ഒരു വുഡൻ പാനലിങ് ചെയ്തിട്ട് അതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ചെറിയൊരു നാരോ റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്തും ഫുള്ളുള്ള ഗസ്റ്റ് ഹൗസൊക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ലേൻ്റെ കുറേ അധികം വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതൊക്കെ അടുത്ത വ്ളോഗിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. താങ്ക് യു.